ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന് ഇസ്രായേലി സേന. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡറെ ഇസ്രായേലി സേന തട്ടിക്കൊണ്ടുപോയതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് യെല്ലോ ലൈനിന്റെ സമീപത്ത് നിന്നും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ തലവനെ ഇസ്രായേലി സേന തട്ടിക്കൊണ്ടുപോയത്. ഈ യെല്ലോ ലൈനിന് സമീപമുള്ള ഒരു ബങ്കറിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ കൊടും ഭീകരനെ ഇസ്രായേലി സേന പിടികൂടിയതെന്നാണ് ലഭിക്കുന്ന വിവരം. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളാക്കപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടത്തേക്കാണ് ഇയാൾ സഞ്ചരിക്കാൻ ശ്രമിച്ചത് എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു, ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഇയാളെ പിടികൂടിയതിലൂടെ ഇനി അവശേഷിക്കുന്ന ബന്ദികളുടെ മൃതശരീരങ്ങൾ എവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ലഭിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർക്കെതിരെ, ഹമാസിൻ്റെ ഇനിയുള്ള ഒളിയിടങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഓരോ മണിക്കൂറിലും തുടരുകയാണ് ഇസ്രായേലി സേന. ഇനിയും ബങ്കറുകൾക്കുള്ളിൽ നിരവധി ഹമാസ് ഭീകരന്മാർ ജീവനോടെയോ അല്ലാതെ മരണപ്പെട്ടോ അവശേഷിച്ചിരിക്കാമെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഗാസയിൽ അവശേഷിക്കുന്ന ബങ്കറുകൾ പൂർണ്ണമായും തൂത്തുപറക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ ഇനിയും 30% ബങ്കറുകൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. ബാക്കി 70%-ഓളം ബങ്കറുകളും ഇതിനകം തന്നെ ഇസ്രായേലി സേന ബോംബ് വെച്ച് തകർക്കുകയോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് തകർക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഖാൻ യൂനിസിന് സമീപമുള്ള, റഫയ്ക്ക് സമീപമുള്ള 1-2 ബങ്കറുകളിൽ ഇപ്പോഴും ജീവന്റെ സാന്നിധ്യം, അതായത് ജീവനോടെ ഹമാസ് ഭീകരന്മാർ അവശേഷിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ബങ്കറുകളിൽ കർശനമായ നിരീക്ഷണമാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്തുന്നത്. ബങ്കറുകൾക്ക് ചുറ്റും ഇസ്രായേലി സേനയുടെ ഡ്രോണുകൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ബങ്കറുകൾക്കുള്ളിൽ നിന്ന് ഹമാസ് ഭീകരന്മാർ പുറത്തു വരികയാണെങ്കിൽ ആ നിമിഷം തന്നെ അവരെ വെടിവെച്ച് തീർക്കാനും അവരുടെ തല ചിതറിക്കാനുമുള്ള വലിയ ആക്രമണത്തിനാണ് ഇസ്രായേലി സേന നേതൃത്വം കൊടുക്കുന്നത്. ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിൻ്റെ റഡാർ സംവിധാനങ്ങൾ, ഇസ്രായേലിൻ്റെ ഡ്രോൺ ക്യാമറകൾ, ഇസ്രായേലിൻ്റെ കരസേന ഒക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. ബങ്കറുകൾക്കുള്ളിൽ ഇതിനകം തന്നെ നിരവധി ഹമാസ് ഭീകരന്മാർ പട്ടിണി മൂലം കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ള കണക്കുകൂട്ടലും ഇസ്രായേലി സേനയ്ക്കുണ്ട്. കാരണം 3 മാസത്തിലധികമായി ബങ്കറുകൾക്കുള്ളിലേക്ക് എന്തെങ്കിലും ഒരു ആശയവിനിമയമോ ബങ്കറുകൾക്കുള്ളിലേക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ എത്തിയിട്ട് 3 മാസത്തിലധികമായി ഹമാസ് ഭീകരന്മാരും പുറം ലോകവുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. നേരത്തെയൊക്കെ തന്നെ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്നുകൊണ്ട് ഹമാസിൻ്റെ നേതൃത്വം ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരുമായി ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ 3 മാസത്തിലധികമായി ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർക്ക് പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഹമാസിൻ്റെ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഏകോപനമോ കൃത്യമായ ഒരു നിർദ്ദേശങ്ങളോ ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതും ഈ ഒറ്റപ്പെടലിന് കാരണമായിരിക്കുന്നു. കൂടാതെ തന്നെ ഗാസയുടെ ഭൂപ്രദേശങ്ങൾ പൂർണ്ണമായും ഉഴുതുമറിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. ഇനി ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഒരു ഒളികേന്ദ്രം പോലും ഗാസയിലില്ല. അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള ആളുകളെപ്പോലും പലതവണയായി കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയമാക്കിയാണ് ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അഭയാർത്ഥികൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ കഴിയുന്നില്ല. അഭയാർത്ഥികളിൽ പലരും തന്നെ ഇതിനകം ഇസ്രായേലിൻ്റെ ചാരന്മാരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഹമാസുകാരൻ ആ അഭയാർത്ഥികൾക്കിടയിൽ ഒളിച്ചിരുന്നാൽ അവരെ കൃത്യമായി തന്നെ അഭയാർത്ഥികൾ ഒറ്റിക്കൊടുക്കുമെന്നതിലും ഒരു സംശയവും വേണ്ട. അപ്പോൾ അഭയാർത്ഥികൾക്കിടയിൽ വേഷപ്രച്ഛന്നരായോ അല്ലെങ്കിൽ വേഷം മാറിയോ ഒളിച്ചിരിക്കാൻ കഴിയുന്നില്ല. ഗാസയിലെ ഒരു കെട്ടിടങ്ങളും അവശേഷിക്കുന്നില്ല ഒളിച്ചിരിക്കാൻ. ഇനി അവശേഷിക്കുന്നത് ഭൂഗർഭ ബങ്കറുകളാണ്. ആ ഭൂഗർഭ ബങ്കറുകളിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനകം തന്നെ ഹമാസിൻ്റെ ഭൂരിഭാഗം ഭീകരന്മാരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പട്ടിണി മൂലം അവർ പട്ടിണി കിടന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇസ്രായേലി സേനയ്ക്കുള്ളത്. ഇതുകൂടാതെ മറ്റു ചില സംശയങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടയിൽ ബങ്കറുകളിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ച 45ഓളം
ഹമാസ് ഭീകരന്മാരുടെ തല ചിതറിച്ചു ഇസ്രായേലി സേന. അവരെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഉന്മൂലനം ഏറെക്കുറെ സാധ്യമായിരിക്കുന്നു. ഹമാസിൻ്റെ എല്ലാ രീതിയിലും ഹമാസിനെ ഗാസയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള വമ്പന ഓപ്പറേഷനിൽ ഒടുവിൽ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രായേലി സേന. 2023 ഒക്ടോബർ മാസം 7-ന് ആരംഭിച്ച ആ മഹായുദ്ധം അത് 2 വർഷം കഴിയുമ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയുടെ മണ്ണിൽ നിന്നും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. ഗാസയുടെ മണ്ണിൽ നിന്നും അവസാന ഹമാസ് ഭീകരനെയും കൊന്നുതള്ളുന്ന ദിവസം വിദൂരമല്ല. അധികം വൈകാതെ ഹമാസിൻ്റെ സമ്പൂർണ്ണമായ ഉന്മൂലനം ഗാസയിൽ സാധ്യമാകുമെന്ന് തന്നെയാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇസ്രായേലി സേന. അതിനിടയിലാണ് ഹമാസിൻ്റെ സഹോദര ഭീകര സംഘടനയായ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെതിരെയുള്ള ഓപ്പറേഷൻ കൂടി കൂടുതൽ ശക്തമാക്കുന്നത്. ഗാസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിൽ, സിറിയയിൽ, ലെബനനിൽ, അതുപോലെ ഇസ്രായേലി സേനയുടെ ഡ്രോണുകൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ബങ്കറുകൾക്കുള്ളിൽ നിന്ന് ഹമാസ് ഭീകരന്മാർ പുറത്തു വരികയാണെങ്കിൽ ആ നിമിഷം തന്നെ അവരെ വെടിവെച്ച് തീർക്കാനും അവരുടെ തല ചിതറിക്കാനുമുള്ള വലിയ ആക്രമണത്തിനാണ് ഇസ്രായേലി സേന നേതൃത്വം കൊടുക്കുന്നത്. ബങ്കറുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിൻ്റെ റഡാർ സംവിധാനങ്ങൾ, ഇസ്രായേലിൻ്റെ ഡ്രോൺ ക്യാമറകൾ, ഇസ്രായേലിൻ്റെ കരസേന ഒക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. ബങ്കറുകൾക്കുള്ളിൽ ഇതിനകം തന്നെ നിരവധി ഹമാസ് ഭീകരന്മാർ പട്ടിണി മൂലം കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ള കണക്കുകൂട്ടലും ഇസ്രായേലി സേനയ്ക്കുണ്ട്. കാരണം 3 മാസത്തിലധികമായി ബങ്കറുകൾക്കുള്ളിലേക്ക് എന്തെങ്കിലും ഒരു ആശയവിനിമയമോ ബങ്കറുകൾക്കുള്ളിലേക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ എത്തിയിട്ട് 3 മാസത്തിലധികമായി ഹമാസ് ഭീകരന്മാരും പുറം ലോകവുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. നേരത്തെയൊക്കെ തന്നെ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്നുകൊണ്ട് ഹമാസിൻ്റെ നേതൃത്വം ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരുമായി ബന്ധം പുലർത്തിയിരുന്നു. യമനിൽ, അതുപോലെ ഹൂതികൾക്കെതിരെ, ഹിസ്ബുള്ളയ്ക്കെതിരെ, ഇറാനിൽ ഒക്കെ തന്നെ ഇസ്രായേലി സേന ഒരേ സമയം ആക്രമണം നടത്തുകയാണ്. ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെല്ലാം എതിരെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഒറ്റയ്ക്ക് പൊരുതുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം. ആ ആക്രമണത്തിൽ, ഈ യുദ്ധത്തിൽ അവസാന വിജയം ഇസ്രായേലിനൊപ്പം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഗാസയിൽ അവസാന ഹമാസ് ഭീകരൻ്റെയും അന്ത്യം കുറിക്കുന്ന നാൾ വിദൂരമല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ.